പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലും വേണ്ടാത്ത ആളാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി വസീഫാണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ വി വസീഫ്, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഓക്കെ ശ്രീ വി വസീഫ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്നലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ മാസം അവസാന വീക്കോ അതല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കോടുകൂടി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ മുന്നണികളൊക്കെയും ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഒക്കെയും തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക മാത്രം കൂടി ഇനി വന്നാൽ മതി. ആ ഘട്ടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ചർച്ചകളും കാര്യങ്ങളൊക്കെ പല മുന്നണികളിലും പുരോഗമിക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇടത് മുന്നണിയുടെ ജാഥകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. CPMന്റെ ജാഥയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. UDFന്റെയും ജാഥ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഈ ജാഥ ഉദ്ഘാടനം നടത്തിയത് KC വേണുഗോപാലാണ്. അതിനുശേഷം ജാഥ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ടീം UDF ഇത്തവണ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇതിനോടുള്ള ഇടതു മുന്നണിയുടെ CPMന്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ് ശ്രീ വി വസീഫ്? ഇടതു മുന്നണി ഇപ്പോഴും 110 ഉറച്ചു നിൽക്കുന്നുണ്ടോ? VD സതീശന്റെ ഈ വാക്കുകൾ എങ്ങനെ മനസ്സിലാക്കാം? കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല 2021 കേരളത്തിലെ ജനങ്ങളോട് ഇതുപോലെ വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലുടനീളം സഞ്ചരിച്ച് ടീം UDFും അതുപോലെ തന്നെ UDFിൻ്റെ വിജയവും 100 സീറ്റിലധികം ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം നടത്തിയതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത സാഹചര്യം ഈ കേരളത്തിലുണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കാണ് ആര് വരുന്നത്? VD സതീശൻ വരുന്നത്. അത് തന്നെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കിടയിൽ വല്ലാത്ത രീതിയിലുള്ള സംസാരമുണ്ട്. കാരണം ജയിച്ചു വന്ന MLAമാരുടെ പിന്തുണ വെച്ചാണ് സാധാരണ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാറ് എന്നാണ് പറയുന്നത്. ഇതിൽ അങ്ങനെയല്ല എന്നുള്ള ആക്ഷേപവും മറ്റുമൊക്കെ വരുന്നുണ്ട്. അത് അവരുടെ ആഭ്യന്തര കാര്യം, നടക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഉറപ്പിക്കാൻ പറ്റാത്ത പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല മാറിയിരുന്നു. അതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ തരത്തിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിക്കാൻ, അതുപോലെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ UDF ഭരണകാലം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ഇനി തിരിച്ചു വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പെൻഷൻ മുടങ്ങിപ്പോയ കാലം 18 മുതൽ 25 മാസം വരെ, 23-24 മാസം വരെ കുടിശ്ശികയാക്കി പോയ ഇടതുപക്ഷ UDF ഗവൺമെൻറ്, അതോടൊപ്പം കേരളത്തിലെ റോഡുകൾ, അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളിൽ 1200ഓളം സ്കൂളുകൾ അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂളില്ലാത്ത, പ്രായമായവർക്ക് പെൻഷനില്ലാത്ത, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള, തമ്മിൽ തല്ലുന്ന UDF സംവിധാനം, ഈ സംവിധാനങ്ങളിൽ നിന്ന് കേരളം മോചിതരായി. ആ മോചനത്തിൽ നിന്നാണ് കേരളം ഇപ്പോൾ വലിയ മുന്നേറ്റത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വടക്ക് നിന്ന് ഇവിടെ ഇങ്ങോട്ട് തെക്കോട്ടേക്ക് ഉള്ള നമ്മുടെ നാഷണൽ ഹൈവേ തന്നെ നോക്കാം നമുക്ക്. ഇവർ ഇട്ടിട്ട് പോയതാണ് 5600 ചില്ലാനം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്ത് ഈ അക്വസിഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഒരു വികസന പ്രവർത്തനത്തിന് ക്രിയാത്മകമായ നേതൃത്വം ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചു തന്നു. കേരളത്തിലെ സ്കൂളുകൾ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തുക, 5000 കോടിയിലധികം രൂപ സ്കൂളുകൾക്ക് വേണ്ടി, നമ്മുടെ സാധാരണ പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടി, മികച്ചതാക്കാൻ വേണ്ടി ചെലവഴിക്കുക. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ചേവായൂരിൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോവുക ഗവൺമെൻറ്. അതിൻ്റെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തറക്കല്ലിടുക, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തുക. ഇങ്ങനെ കേരളത്തിൽ അഭൂതപൂർവമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേരളത്തിന് സത്യത്തിൽ ഒരു അപമാനമാണ്. കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യ. ഇന്നലെ അദ്ദേഹം പറയുകയാണ്, ഒരു പ്രതിപക്ഷ നേതാവ് പൂച്ച വെട്ടി കിടക്കുന്ന ഖജനാവ് എന്ന്. എന്താ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹത്തിനും പരിവാരങ്ങൾക്കും ഇതുപോലെ വടക്ക് നിന്ന് കാസർഗോഡ് നടക്കാൻ
ഈ പറയുന്ന ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചിട്ടല്ലേ ചെലവഴിക്കുന്നത്? എവിടെയെങ്കിലും അദ്ദേഹത്തിന് ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിൽ നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പണം കൊടുത്തിട്ട് തന്നെയല്ലേ നടത്തുന്നത്? കടത്തിൻ്റെ കണക്കാണ് ഇവർ പറയുന്നതെങ്കിൽ കടത്തിൻ്റെ റേഷ്യോയിൽ വരെ കുറവ് വന്ന ഒരു കാലമല്ലേ ഇപ്പോൾ? കടമെടുപ്പ് കുറവ് വരുന്ന സമയമാണിപ്പോൾ. എന്നിട്ടും നമുക്ക് ന്യായമായും കടമെടുക്കാനുള്ള സാധ്യതകളെ കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവമായി ഇല്ലാതെയാക്കുക. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ന്യായമായും തരേണ്ട വിഹിതം പോലും തരാതെ തടഞ്ഞു നിർത്തി ബോധപൂർവമായി നമ്മളെ ദ്രോഹിക്കുക. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും പണം അഡീഷണലായി 3000 കോടിയിലധികം രൂപ നമ്മൾ ചെലവഴിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുചെന്നെത്തിക്കുക. ഈ സാഹചര്യങ്ങളൊക്കെ അറിയുന്ന പ്രതിപക്ഷ നേതാവ് ഈ ഇത്രയും ആക്ഷേപകരമായ സംസാരത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇത്ര വലിയ ധൈര്യം പറഞ്ഞൊരു കാര്യം അങ്ങും ശ്രദ്ധിച്ചു കാണുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രീയവാദമൊക്കെ വിട്ടു. അവർ മതരാഷ്ട്രവാദം മുറുകെ പിടിച്ചത് ഇടതുമുന്നണിക്കൊപ്പം ആയിരുന്നപ്പോഴാണെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. എൻ്റെ അറിവിൽ ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം വിട്ടിട്ടില്ല, അങ്ങനെ അവർ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അപ്പം എന്തുകൊണ്ടാവും പ്രതിപക്ഷ നേതാവ് മാത്രം ഇതിപ്പം ഒരു വട്ടമല്ലല്ലോ ശ്രീ വി വസീഫ്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഡേറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ 10 മറ്റോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് ശ്രീ വി വസീഫ്? അതാണ് കാണേണ്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒന്ന് തലോടിയാൽ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നില്ല, ഏത് വർഗീയ പാർട്ടിയെയും വി.ഡി. സതീശൻ തലോടിയാൽ അവരുടെ വർഗീയത പോകും, അവരുടെ ഈ പറയുന്ന തീവ്ര ചിന്താഗതികൾ ഇല്ലാതാവും. ഇത് എന്തൊരു മാജിക്കാ! വല്ലാത്ത വി.ഡി. സതീശൻ തന്നെ. അങ്ങനെ തലോടാനായിരുന്നു ഇദ്ദേഹം എവിടെ പോയിരുന്നത്? സാക്ഷാൽ പി പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനത്തിന്, സംഘപരിവാർ സൈദ്ധാന്തികൻ പി പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്ന ആളാണ് ഈ സതീശൻ. നമ്മൾ മറന്നു പോകരുത്. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വാദം എന്തായിരിക്കും? ഞങ്ങൾ ഇവരെ തലോടി ഇവരുടെ വർഗീയവാദമൊക്കെ ഒഴിവാക്കി. ആരെ? RSSൻ്റെ. അതായിരിക്കില്ലേ സതീശൻ്റേത്? ഇതേ സതീശൻ്റെ പാർട്ടിയിലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഞങ്ങൾ ശാഖക്ക് കാവൽ നിന്നവരാണ് എന്ന് പറയുകയാണ്. ഇതാ കോൺഗ്രസിന്റെ നിലപാട്. നിങ്ങൾ എന്തിനേറെ പറയുന്നു? ഈ സതീശന്റെ കീഴിലുള്ള സതീശൻ നിയന്ത്രിക്കുന്ന UDFന്റെ സംവിധാനമല്ലേ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ മത്സരിച്ചത്? തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച സർപ്പം പോലത്തെ കോൺഗ്രസുകാർ തീവ്ര നിലപാടെടുക്കുന്ന BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരുമായി ചേർന്ന് ഇന്നും ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നും ഉളുപ്പുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ അവരോട് രാജിവെക്കാൻ പറയണ്ടേ? എന്ത് വലിയ വർത്താനം അയാൾ പറയുന്നത്? ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ, മറുഭാഗത്ത് BJPയെ, ആരെയും കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അത്രയല്ലേ ഇവർക്ക് കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതിന് കേരളം എന്തോ ആവട്ടെ, നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യം എന്തോ ആവട്ടെ, ആ രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മറ്റത്തൂർ മാത്രമല്ല, കുമരകത്ത് ഈ UDFും ഈ പറയുന്ന BJPയും ഒരുമിച്ച് ചേർന്ന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സാക്ഷാൽ K സുരേന്ദ്രനോട് കഴിഞ്ഞ തവണ നിങ്ങൾ 30 സീറ്റിൽ ജയിച്ചാൽ നിങ്ങൾ എങ്ങനെ ഭരിക്കും എന്നായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, 30 സീറ്റിൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്നാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ സാക്ഷി നിർത്തി സുരേന്ദ്രൻ പറഞ്ഞു, മറ്റത്തൂരിൽ 4 സീറ്റുള്ള ഞങ്ങൾ ഭരിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്ന്. എന്താ ഇവർക്ക് പറയാനുള്ളത്? നാണമുണ്ടോ ഈ UDFന്റെ നേതാക്കന്മാർക്ക്? ഇവരെ പിന്തുണക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെയൊക്കെ അങ്ങ് സംഖ്യവൽക്കരിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുക. അപ്പം അവരുടെ പ്രചരണം അതാ. എന്തേ ഈ വി.ഡി. സതീശന്റെ UDF ഈ തരത്തിൽ BJPയുമായി ചേർന്ന് അധികാരം പങ്കിട്ടിട്ട് അവരെ സംഖ്യ എന്ന് വിളിക്കാൻ ഇവർ തയ്യാറാവാത്തത്? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ കേരളത്തിന്റെ ഭരണം അട്ടിമറിക്കണം. അതിനുവേണ്ടി എന്തുണ്ട് മാർഗം എന്ന് ആലോചിക്കുക. അതിനുവേണ്ടി കനകൊലു എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇടപെടുന്ന ഒരു ഇവന്റ് മാനേജറെ, അല്ലെങ്കിൽ ഇവരുടെ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന ഒരു ടീമിനെ ഇവർ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇവർ സംസാരിക്കുക. അവരുടെ ഉപദേശങ്ങൾ കേട്ട് കേരളത്തിലുടനീളം നുണപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഒരു ഭാഗത്ത് കനകൊലു, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, ഒരു ഭാഗത്ത് BJP, ഇവരുടെ എല്ലാം ഒരു കോർഡിനേറ്ററായി
സാക്ഷാൽ വി.ഡി. സതീശനും അങ്ങനെ അങ്ങ് ഇറങ്ങി വ്യാപകമായി നുണ പ്രചരിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ആ നുണയോടൊപ്പം നിൽക്കും. UDF ആണെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. തീപ്പൊരി കാത്തു നിൽക്കുന്നവരുടെ കയ്യിൽ തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. തീവ്ര വലതുപക്ഷത്തൊടുത്തിൽ UDF ഇടതുമുന്നണിയെ കെട്ടാൻ ശ്രമിക്കുകയാണ് ശ്രീ വി. വസീഫ്. അതെ, ഈ സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സമസ്ത സുന്നി, EK വിഭാഗം സുന്നി. ആ സുന്നിയുടെ സമ്മേളനം നടക്കുക, അതിലൊരു പ്രമേയം പാസ്സാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വായിച്ചു കാണും, ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അവർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ കുടുങ്ങിപ്പോകരുത്. ആർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്ന അഭിപ്രായം ഉണ്ടോ? അവരുമായി സഹകരിക്കുന്ന അവരുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരില്ലേ? എന്തേ അവരുടെ അഭിപ്രായം? അവർക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്? അങ്ങനെയുള്ളവരെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശവും നിർദ്ദേശവും വാങ്ങി, അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പറയില്ല, അത് പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ, ഇവര് ബാക്കിയുള്ളവരെ കൂടി നോക്കണ്ടേ? ഈ സമൂഹത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്? ഇത് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണിയല്ലേ ഇവിടെ ഭരിക്കുന്നത്? ആ മുന്നണി അട്ടിമറിക്കാൻ എന്തിനാണ് ഈ വർഗീയവാദികളുമായി ഈ വി.ഡി. സതീശൻ കൂട്ടുചേരുന്നത്? എന്തിനാ അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി ഇടപെടുന്നത്? അധികാരമോഹം ഇത്രക്ക് അങ്ങ് പിടിപെട്ടിരിക്കുകയാണ് ഈ വി.ഡി. സതീശനും സംഘത്തിനും. അത് ഈ കേരളം മനസ്സിലാക്കും. എന്തിനേറെ പറയുന്നു, SIR പോലും നടപ്പിലാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഈ വിഭാഗം വീടുകൾ കയറി പ്രചരിപ്പിക്കുക. അങ്ങനെ ചേരിതിരിവുണ്ടാക്കാൻ പരിശ്രമിക്കുക. ആ ചേരിതിരിവിനെല്ലാം ഞങ്ങൾ മറികടക്കും. ഇപ്പോൾ ഞാൻ ഈ വടക്കൻ മേഖലാ ജാഥ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലാണുള്ളത്. ഇന്നലെ സമാപിച്ചത് ബാലുശ്ശേരിയിലാണ്. ഇന്നലെയൊക്കെ അഭൂതപൂർവമായ ജനമുന്നേറ്റമാണ് ഈ ജാഥയോടൊപ്പം ഉള്ളത്. സാധാരണ ഞങ്ങളുടെ ഒരു ജാഥയ്ക്ക് കിട്ടുന്ന സമയം, ഒരുങ്ങാൻ കിട്ടുന്ന സമയമൊന്നും കിട്ടാതെ നടത്തിയൊരു ജാഥയായത്. ആ ജാഥയിലെ തന്നെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എന്ത് നുണപ്രചരണങ്ങൾ ഉണ്ടെങ്കിലും ആ നുണപ്രചരണങ്ങളെല്ലാം അതിജീവിക്കുന്ന ഒരു ഇടതുപക്ഷ കരുത്ത്, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരെ ആകെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ കേരളത്തിൽ ഉണ്ടാകും. ജനമാകെ ജാഥ നടക്കുകയാണല്ലോ. അപ്പം എങ്ങനെയുണ്ട് ആളുകളുടെ ഒക്കെ പ്രതികരണം? എങ്ങനെയുണ്ട്? തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, മൂന്നാമതൊരു ഭരണം ഉണ്ടാകുമെന്ന് മുന്നണി വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആ പെൻഷനില്ലാത്ത, സ്കൂളില്ലാത്ത, ആശുപത്രിയില്ലാത്ത, വികസനമില്ലാത്ത ആ നാളുകളിലേക്ക് UDF ഭരിച്ച നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് പോകാൻ താല്പര്യമില്ല, അത് പോകരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥയോടൊപ്പം അണിനിരക്കുന്ന ഒരു സന്തോഷകരമായ, ആവേശകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാകും. എല്ലാ നുണപ്രചരണങ്ങളെയും ഈ വർഗീയവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ ജാഥയിലൊക്കെയുള്ള ഞങ്ങളുടെ അനുഭവം. ഈ വി കുഞ്ഞികൃഷ്ണനുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ ഇറങ്ങി, അതിലെ പരാമർശങ്ങളിലും നേരത്തെ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളിലുമൊക്കെ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലും പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ CPM-നെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ ഇടയുണ്ടോ ശ്രീ വി. വസീഫ്? ഈ കേരളത്തിൽ എത്ര കുഞ്ഞികൃഷ്ണന്മാർ വന്നുപോയി. കുഞ്ഞികൃഷ്ണനും വലിയ കൃഷ്ണനും ഒക്കെ കൂടി എത്ര കാലമായി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില ചാനൽ ചർച്ചകളൊക്കെ കണ്ടാൽ നമുക്കറിയാമല്ലോ, മുൻകാലങ്ങളിൽ നിന്ന് പല പല കാരണങ്ങളാൽ, അതാണ് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. CPM-ൽ നിന്ന് പുറത്താക്കി എത്ര ആളുകളുണ്ടാവും കേരളത്തിൽ? കാരണം CPM ഒരു കേഡർ സ്വഭാവം നിലനിർത്തുന്ന ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അതിനകത്ത് ഇതുപോലെയുള്ള തെറ്റ് കാണിക്കുന്ന എല്ലാവരെയും പാർട്ടി നടപടിയെടുക്കും, അവരെ തിരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് അത്. പിന്നെ പരസ്യ മദ്യപാനം, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങൾ, ഇതിലൊക്കെ ഇടപെടുന്ന അഴിമതി നടത്തുന്നവരെയൊക്കെ ഞങ്ങൾ പുറത്താക്കാറുണ്ട്.
പല പല കാരണങ്ങളാൽ സംഘടനാ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പുറത്താക്കാറുണ്ട്. ഇവരൊക്കെ കേരളത്തിലുണ്ട്. ഇവരൊക്കെ പല ഘട്ടത്തിൽ സംഘടിച്ച് ഇതുപോലെ പല പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാറില്ലേ? അവരെ എല്ലാം പിന്തുണ കൊടുത്ത്, അവരുടെ കയ്യിലെല്ലാം മൈക്ക് കൊടുത്ത്, അവർക്കെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് കേരളത്തിലെ UDF എത്ര കാലമായി പരിശ്രമിക്കുന്നു. അതിൽ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആക്രമിക്കാനല്ലേ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ ആക്ഷേപമായിരുന്നു ആ കേരളത്തിലെ ഇവരാക്ഷേപിച്ച സഖാവ് പിണറായി വിജയൻ 2 ടേം കേരളത്തിലെ മുഖ്യമന്ത്രിയായി. കേരളം അനുഭവിച്ചു ആ വികസന നേട്ടങ്ങൾ. ആ ചേർത്ത് നിർത്തലിൻ്റെ ആ ഒരു ഒരു നിമിഷം കേരളം ആകെ വല്ലാതെ പ്രതിസന്ധിയിലാകപ്പെട്ട കോവിഡിൻ്റെ കാലത്തും നിപ്പയുടെ കാലത്തും പ്രളയകാലത്തും എല്ലാം കേരളത്തിൻ്റെ അമരക്കാരനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിന്നത് നമ്മളൊക്കെ കണ്ടു. ആ മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ മുൻകാലങ്ങളിലെല്ലാം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ ചേർത്ത് നിർത്തി അവരുടെ നാവുകളിലെല്ലാം മൈക്ക് വെച്ചു കൊടുത്ത് അവരെ കൊണ്ട് എന്തും വിളിച്ചു പറയിപ്പിച്ച് ചില മാധ്യമങ്ങളെങ്കിലും CPM-നെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അവരുടെയൊക്കെ ആഗ്രഹം, അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ അവർ പെരുമാറും. കാരണം പലർക്കും പല രാഷ്ട്രീയവും താല്പര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ അവരുടെ മാധ്യമ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പുറത്തു കൊണ്ടുവരാനും പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെ ചില ചാനലുകളിൽ ഞങ്ങൾ പോകാറില്ലല്ലോ. കാരണം എന്താ, അവിടെ പോയി എന്തിനാണ് ഇങ്ങനെയുള്ള ചാനലുകൾ പോകേണ്ട ആവശ്യം? ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയല്ലേ BJP-യുടെ മുതലാളിയും? ഞങ്ങളത് അന്നും പറഞ്ഞതല്ലേ. എന്തായാലും വ്യത്യാസമുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അവർ പല ചാനലുകളും ഇതുപോലെ മീഡിയ സംവിധാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതിലൂടെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഈ കനകൊലുവിൻ്റെ ഇടപെടൽ എന്താ? അവരുടെ ഇടപെടലിൻ്റെ ഭാഗം ഇതുപോലെയുള്ള സംവിധാനങ്ങളെയൊക്കെ എങ്ങനെ അവർക്ക് അനുകൂലമായി, വലതുപക്ഷത്തിന് കോൺഗ്രസിന് അനുകൂലമായി UDF-ന് അനുകൂലമായി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആലോചനയുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലുള്ള ഇതുപോലെയുള്ള പ്രചരണങ്ങളെയെല്ലാം ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള ഈ പ്രചരണത്തെയും ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ശരി, ഓക്കെ. വളരെയധികം നന്ദി ശ്രീ V. വസീഫ. നമുക്കിപ്പം ജോയിൻ ചെയ്ത അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.